നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പരിപൂർണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദവമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യും. എങ്ങനെ ഈ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ വിശദ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പാത്ത് ഇസ് ദ ഗോൾ എന്നുള്ള ഈ സീരീസിൽ ലിവിങ് ദ ഗോൾ എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ സഹജമാർഗത്തിലെ 10 പ്രമാണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 4ാമത്തെ പ്രമാണമായ ലാളിത്യത്തെക്കുറിച്ച് ബാബുജി മഹാരാജ് പറഞ്ഞതിനെക്കുറിച്ച് നമ്മൾ ഒന്ന് ഇൻട്രോസ്പെക്റ്റ് ചെയ്തു. ജീവിതം സരളവും ലളിതവുമാക്കുക, പ്രകൃതിക്ക് അനുയോജ്യമാകും വിധത്തിൽ. അപ്പോൾ നമ്മൾ നമ്മുടെ മെഡിറ്റേഷൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ലഭിച്ചിട്ടുള്ള ആ ലാളിത്യത്തെ, ഇറ്റ് ഈസ് ആസ് ഇറ്റ് ഈസ് എന്നാണ് ലാളിത്യം, അതുതന്നെയായി നമ്മൾ മനസ്സിലാക്കുന്നു. അത് കഴിഞ്ഞ് അത് തന്നെ നിലകൊള്ളുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒന്നും ആവാതെ, വേറൊന്നും ആവാതെ അത് തന്നെ നിലകൊള്ളുക. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ബിഹേവിയറിന്, അതിനൊരു ക്യാരക്ടർ എന്ന് പറയും. അതിനെയാണ് നമ്മൾ സത്യസന്ധത എന്ന് പറയുന്നത്. എന്താണോ അത് തന്നെ നിലകൊള്ളുക. അതാണ് 5ാമത്തെ പ്രമാണത്തിൽ സത്യസന്ധരായിരിക്കുക എന്നാണ് ബാബുജി മഹാരാജ് പറഞ്ഞത്. ബി ട്രൂത്ത്ഫുൾ. എന്താണ് സത്യസന്ധത എന്ന് പറഞ്ഞാൽ? വേറൊന്നും ആവാൻ ശ്രമിക്കാതെ എന്താണോ അത് തന്നെ നിലകൊള്ളുക എന്ന് ചുരുക്കത്തിൽ മനസ്സിലാക്കാം. നമ്മൾ പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സത്യസന്ധതയാണ് എല്ലായിടത്തും കാണുക. ഒന്നും വേറെ ഒന്നാവാൻ ശ്രമിക്കുന്നില്ല. ചന്ദ്രൻ ഭൂമിയാവാൻ ശ്രമിക്കുന്നില്ല, ഭൂമി ചന്ദ്രനാവാൻ ശ്രമിക്കുന്നില്ല. സൂര്യനെ ചുറ്റി വലയം ചെയ്യുന്നു. അതുമാതിരി ഗാലക്സീസ് അതിൻ്റേതായിട്ടുള്ള നിയമങ്ങൾ പാലിക്കുന്നു. എല്ലാ തലങ്ങളും അതിൻ്റേതായിട്ടുള്ള ലോസ് ഉണ്ട്. ഗ്രാവിറ്റേഷൻ ലോസ് ഉണ്ട്, മാഗ്നറ്റിക് ലോസ് ഉണ്ട്, ഇലക്ട്രിസിറ്റിയുടെ ലോസ്, എല്ലാ നിയമങ്ങളുണ്ട്. നമ്മൾ ചരാചരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെടിയും വേറൊരു ചെടിയാവാൻ ശ്രമിക്കുന്നില്ല, ഒരു മൃഗവും വേറൊരു മൃഗമാവാൻ ശ്രമിക്കുന്നില്ല.
അവരെന്താണോ അത് തന്നെയായിട്ട് നിൽക്കുന്നു. അപ്പോൾ അവരവരുടെ തലത്തിൽ ബ്യൂട്ടിഫുള്ളാണ്. ഒരു ആമ ബ്യൂട്ടിഫുള്ളാണ്, ഒരു മുതല ബ്യൂട്ടിഫുള്ളാണ്, ഒരു ആന ബ്യൂട്ടിഫുള്ളാണ്, ഒരു സിംഹം ബ്യൂട്ടിഫുള്ളാണ്. കാരണം എന്താ, അത് തന്നെയാണ്. അത് വേറൊന്നും ആവാൻ ശ്രമിക്കുന്നില്ല. നമുക്കറിയാം ഒരു സിംഹത്തിൻ്റെ സ്വഭാവം എന്തായിരിക്കും. വളരെ മൈൽഡ് വേരിയേഷൻസേ ഉണ്ടാവും. അത് ഉറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും, ഭക്ഷണം കഴിച്ചിരുന്നാൽ എങ്ങനെയായിരിക്കും. ഇപ്പോൾ നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയെന്ന് ആലോചിച്ചു, അടുത്തൊരു പശു നിൽക്കുകയാണ്. അറിയാം പശുവിൻ്റെ ബിഹേവിയറിന് ഒരു വേരിയേഷൻ ഉണ്ട്, നമ്മൾ അതിനനുസരിച്ച് ശ്രദ്ധിക്കണം. പക്ഷെ അപ്പുറത്തൊരു മനുഷ്യനാണ് നിൽക്കുന്നതെങ്കിലും കണ്ടീഷൻ മുഴുവൻ മാറി. ഒന്നും പറയാൻ പറ്റില്ല. ആ മനുഷ്യന് വേണമെങ്കിൽ നമ്മളെ ഉയർത്താൻ സാധിക്കും, നമ്മൾ പോസിറ്റിവിറ്റിയിലേക്ക് ഉയർത്താൻ സാധിക്കും. നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് കൊണ്ടും സംഭാഷണം കൊണ്ടും നമ്മളെ ഉയർത്താൻ സാധിക്കും. അതേ സമയത്ത് വളരെ പോസിറ്റീവായി നിൽക്കുന്നതിനെ വളരെ നെഗറ്റീവ് ആക്കാനും ഒരു മനുഷ്യന് സാധിക്കും. അപ്പോൾ മനുഷ്യനാണ് ഈ പ്രപഞ്ചത്തിലുള്ള ഈ തരത്തിലുള്ള അറ്റ്മോസ്ഫിയറിനെ ബാധിപ്പിക്കാൻ, മാറ്റാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. നമുക്ക് പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. അതാണ് നമ്മുടെ റോള്. പോസിറ്റീവ് ഇൻഫ്ലുവൻസ് പറഞ്ഞാൽ എവല്യൂഷൻ്റെ ഈ പാതയിൽ ആ ഒറിജിനൽ പെർഫെക്ഷനിലേക്ക് നീങ്ങാനുള്ള ആ ഒരു ടെൻഡൻസി, അതാണ് പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ. എപ്പോഴും ജോയ്ഫുള്ളായിരിക്കുക, എന്ത് കിട്ടുകയാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമ്പാഷനേറ്റ് ആവുക. അങ്ങനെ എല്ലാവരിലും ആ സമത്വം കാണുകയാണ്. എല്ലാവരും അടിസ്ഥാനപരമായിട്ട് ഒരേ തത്വത്തിൻ്റെ എക്സ്പാൻഷൻ മാത്രമാണ് എന്ന് മനസ്സിലാക്കി നമ്മളതിനെ ഈശ്വരൻ എന്ന് വിളിക്കുന്നു, ആ തത്വത്തെ. അപ്പോൾ ആ ഒരു തത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അത് തന്നെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് ഇരിക്കാൻ മനുഷ്യനാണ് സാധിക്കുക. ആ പ്യൂരിറ്റിയെ മാനിഫെസ്റ്റ് ചെയ്യാൻ, സ്വയം സ്വഭാവത്തിലൂടെ മാനിഫെസ്റ്റ് ചെയ്യാൻ, ഡിവിനിറ്റി വരെ ഉയരാനുള്ള സാധ്യത മനുഷ്യനാണുള്ളത്. മനുഷ്യന് സത്യസന്ധനാവേണ്ട ആവശ്യമുണ്ട്. നമ്മളൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഏത് തരത്തിലുള്ള മനുഷ്യൻ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഏത് രാജ്യക്കാരനാണ്, ഏത് സ്വഭാവക്കാരനാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ 3 തരത്തിലുള്ള ഗുണങ്ങളെപ്പറ്റി പറയുന്നു. സാത്വികം, രാജസികം, താമസികം. മനുഷ്യൻ മൂവ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉണർന്നിരിക്കുമ്പോൾ ഒരാൾ, ഉറങ്ങുമ്പോൾ വേറൊരാൾ, വീട്ടിലൊരാൾ, ജോലി സ്ഥലത്ത് വേറൊരാൾ, പല സമയത്ത് പല ആൾക്കാർ, പല രീതിയിലാണ് നമ്മൾ പ്രകടമാകുന്നത്. നമ്മുടെ ഉള്ളിലുള്ള പേഴ്സണാലിറ്റീസിനെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു മാധ്യമമാണ് ഈ ഈഗോ. മനുഷ്യൻ്റെ തലമെത്തുന്നവരെ ആ മാനിഫെസ്റ്റേഷൻ വളരെ ക്ലിയറാണ്. എന്താണോ അത് തന്നെ ആവുന്നു. മനുഷ്യൻ്റെ തലത്തുമ്പോൾ ഈ നമ്മൾ ആർജിച്ചു വെച്ചിട്ടുള്ള ഈ എവല്യൂഷനിലുള്ള അറിവുകൾ അത് സ്വാംശീകരിച്ചിട്ട് ഇനി അതൊന്നും ആയിത്തീരേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി നമ്മൾ യഥാർത്ഥത്തിലുള്ള പെർഫെക്ഷനിലേക്ക് ഉയരണം. ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ നമ്മുടെ പാസ്റ്റാണ് കാണുന്നത്. സയൻസും അത് തന്നെയാണ് പറയുന്നത്. ഒരിക്കലും പ്രസൻറ്റ് കാണാൻ സാധിക്കില്ല. സൂര്യൻ 8 മിനിറ്റ് മുമ്പത്തെ സൂര്യനാണ്. പഞ്ചഭൂതങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നത് ഭൂതകാലമാണ്, നമ്മുടെ പാസ്റ്റാണ്, നമ്മൾ ഓൾറെഡി കടന്നുപോയ കാലമാണ്. അപ്പോൾ നമ്മുടെ പ്രസൻറ്റ് എവിടെയാണ്? അത് നമ്മുടെ ഉള്ളിലാണ്, നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വമാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി കടന്നുപോയ ഈ ലോകത്തിൽ നമ്മൾ എന്തിനാണ് വീണ്ടും 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 ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? അതിനാണ് നമ്മൾ പാസ്റ്റിൽ കുടുങ്ങി പോവുക, പ്രജുഡിസ് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത്. നമുക്ക് മൃഗങ്ങളെപ്പോലെ പെരുമാറാനുള്ള ടെൻഡൻസി ഉണ്ട്, പക്ഷികളെ പോലെ പെരുമാറാനുള്ള ടെൻഡൻസി ഉണ്ട്. വെള്ളത്തിനടിയിൽ ജീവിക്കണം, മല കയറണം, പല പല കാര്യം. ഇതൊക്കെ നമ്മൾ കടന്നു പോയ കാര്യങ്ങളാണ്, നമ്മുടെ പാസ്റ്റാണ്. അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നത്, അഹം ഇതെല്ലാമാണ്, ഞാൻ ഇതെല്ലാമാണ്. ഞാനാണ് ഹിമാലയം, ഞാനാണ് വ്യാസൻ, ഞാനാണ് ആകാശം, ഞാനാണ് സൂര്യൻ, ഞാനാണ് ചന്ദ്രൻ. എല്ലാം ഞാൻ തന്നെയാണ്. ഞാൻ ഓൾറെഡി കടന്നു വന്ന വഴികളാണ് ഈ കാണുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ഉണ്മയിൽ നിലനിൽക്കാൻ സാധിക്കാൻ മനുഷ്യന് സാധിക്കണം. അഹം ആത്മാ ഗുഡാകേശ സർവഭൂതാശയ സ്ഥിത അഹം ആദിശ്ച മധ്യം ച ഭൂതാനാം അന്തമേവച എന്ന് ഭഗവാൻ പറയുന്നു. ഞാനാണ് പാസ്റ്റ്, ഞാനാണ് ഫ്യൂച്ചർ, ഞാനാണ് പ്രസൻറ്റ്. അതേസമയത്ത് ഞാൻ എൻ്റെ ഉള്ളിലുള്ള ആ പ്രസൻസാണ്. ആത്മാവാണ് എൻ്റെ പ്രസൻസ്. ആ പ്രസൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ട്രൂത്ത്ഫുൾനെസ് എന്ന് പറയുന്നത്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് തന്നെ പറയണം, എന്താണോ പറയുന്നത് അതിനെ ഉദ്ദേശിക്കണം എന്ന് പറയും. മെയിൻ വാട്ട് യു സേ ആൻഡ് സേ വാട്ട് യു മീൻ. ഉള്ളിലും പുറത്തും ഒന്നായി തീരുക, അതാണ് ശരിക്കുള്ള അബ്സല്യൂട്ട് ട്രൂത്ത്ഫുൾനെസ് എന്ന് പറയും.
ഒരു മനുഷ്യനാണ് അത് സാധിക്കുക. ഉള്ളിലുള്ളത് ആ ഡിവിനിറ്റിയാണ്. ഇപ്പോൾ സർവ്വചരാചരങ്ങളിൽ നോക്കി കഴിഞ്ഞാൽ അവരുടെ എക്സ്പ്രഷനിൽ മാത്രമേ അവർ പൂർണ്ണത കാണിക്കാൻ സാധിക്കൂ. മനുഷ്യന് അങ്ങനെയല്ല. മനുഷ്യത്വത്തിനും കാണിക്കാൻ സാധിക്കും. മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഡിവിനിറ്റിയെ അതേപോലെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ മനുഷ്യന് സാധിക്കും. എല്ലാ മേഖലകളിലും അത് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. ആ അതിനാണ് ട്രൂത്ത്ഫുൾനെസ് പറയുന്നത്. അപ്പോൾ നമ്മളെങ്ങനെയാണ് ട്രൂത്ത്ഫുൾ ആവുക? നമ്മുടെ കണ്ടീഷൻസ് മനസ്സിലാക്കിയിട്ട് ആ കണ്ടീഷനിൽ ട്രൂത്ത്ഫുൾ ആവുക എന്നുള്ളത്. സത്യം പറയുക എന്നുള്ളതല്ല ബാബുജി മഹാരാജ് പറഞ്ഞുള്ളത്, സത്യസന്ധരായിരിക്കുക എന്നുള്ളത്. അപ്പോൾ എന്താണ് സത്യസന്ധത? നമ്മളുടെ സ്റ്റേറ്റ് മനസ്സിലാക്കി അഭിനയിക്കാതെ ജീവിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എനിക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ജീവിക്കുക. സാമ്പത്തികമായിട്ട് നമുക്ക് നല്ല സുഖകരമായ ജീവിതമാണെങ്കിൽ അത് മനസ്സിലാക്കി ജീവിക്കുക. എനിക്ക് സാമ്പത്തികമായിട്ട് നല്ലതുണ്ട്, അപ്പോൾ ഞാൻ വെറുതെ ഇനി ആക്രാന്തം പിടിക്കേണ്ട കാര്യമില്ല, എനിക്ക് ആർത്തി കാണിക്കേണ്ട കാര്യമില്ല, ഞാൻ ഷെയർ ചെയ്യേണ്ടതാണ്. അപ്പോൾ എല്ലാ സമയത്തും നമ്മുടെ സ്റ്റേറ്റ് മനസ്സിലാക്കേണ്ടത് നമുക്ക് ആ സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കും. സാമ്പത്തികമായ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും, ആ സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കും. ഭഗവാൻ ഭഗവത്ഗീതയിൽ സ്വധർമ്മം എന്ന് പറയുന്നു. ഇതാണ് സത്യസന്ധതയുടെ വേറൊരു ഡെഫിനിഷൻ. നമ്മുടെ യഥാർത്ഥ നാച്ചുറലായിട്ട് ധർമ്മം മനസ്സിലാക്കി അതിൽ നിൽക്കുക എന്നുള്ളതാണ് ട്രൂത്ത്ഫുൾനെസ് എന്ന് പറയുന്നത്. അപ്പോൾ ലാളിത്യത്തിൻ്റെ ഒരു നിർവചനമാണ് യഥാർത്ഥത്തിൽ ട്രൂത്ത്ഫുൾനെസ്, സത്യസന്ധത എന്നത്. സത്യം പറയാൻ ആർക്കും സാധിക്കില്ല. പൂർണ്ണമായിട്ടുള്ള സത്യസന്ധത ഈശ്വരന് മാത്രമേ ഉള്ളൂ. എപ്പോഴും ഡിവൈനായിട്ടിരിക്കുക എന്നുള്ള ഈശ്വരന് മാത്രമേ സാധിക്കൂ. പക്ഷേ ആ പ്യൂരിറ്റിയെ നമുക്ക് ജീവിതത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ഓരോ പ്രവൃത്തിയിലും നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രസൻസ്, മനസ്സും ബുദ്ധിയും ആത്മാവും ഒരുമിച്ച് പ്രവർത്തിക്കുക എന്ന് പറയും. മനസ്സൊന്ന് പറയുന്നു, ശരീരം വേറൊന്ന് ചെയ്യുന്നു, അത് ആത്മാവ് പറയുന്നത് കേൾക്കുന്നില്ല. അങ്ങനെയാകുമ്പോൾ സത്യസന്ധതയില്ല. അപ്പോഴാണ് നമുക്ക് ഒരു സ്ട്രെസ് ഉണ്ട്, ടെൻഷൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് കുറ്റബോധവും ടെൻഷൻസും എന്തെങ്കിലും തരത്തിലുള്ള വെറുപ്പും അസൂയയും അതുമായി ഇൻടോളറൻസൊക്കെ വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ നമ്മൾ സത്യസന്ധതയിൽ നിന്ന് അകന്ന് നിൽക്കുക. നമുക്ക് ക്രിറ്റിസിസംസ് ഇഷ്ടപ്പെടുന്നില്ല. ക്രിറ്റിസിസം കേൾക്കുമ്പോൾ നമുക്ക് അവരോട് ദേഷ്യം തോന്നും, അവരിന്ന് ഒളിച്ചിരിക്കാൻ തോന്നും, അല്ലെങ്കിൽ അവരെ അടിച്ചമർത്താൻ നോക്കും. അതൊക്കെ സത്യസന്ധത ഇല്ലായ്മയുടെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇതേക്കുറിച്ച് നമുക്ക് കൂടുതൽ ഇൻട്രോസ്പെക്റ്റ് ചെയ്യാം. സത്യസന്ധത എന്നുള്ള ഈ ഒരു ടേം വളരെ വളരെ വിശാലമായിട്ടുള്ള അർത്ഥമുള്ളൊരു ടേമാണ്. കൂടുതൽ നമുക്ക് ഇതേക്കുറിച്ചിട്ട് വരുന്ന സെഷൻസ് ഡിസ്കസ് ചെയ്യാം. എല്ലാവരെയും വീണ്ടും ആർട്ട്ഫുൾ സഹജമാർഗ്ഗ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.